എല്ലാ കാലത്തും സ്കൂൾ കലോത്സവങ്ങളിലെ പ്രധാന കല്ലുകടി വിധി നിർണയത്തിൽ അപാകതകളുണ്ടെന്ന ആരോപണമാണ്. വിധികർത്താക്കളും ഇടനിലക്കാരും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന പരാതികൾ, വിധി നിർണയത്തിനു പിന്നിൽ പണക്കിലുക്കമെന്ന അടക്കം പറച്ചിൽ. ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അതെല്ലാം പാടെ ഇല്ലാതാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. കുട്ടിപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന വേദികളിൽ പോലീസ് ഉണ്ടാകും. വിധി നിർണയം തന്നിഷ്ടപ്രകാരമാക്കാൻ ശ്രമിക്കുന്നവർ ജാഗ്രതയിൽ പിടിവീഴും. അനന്തപുരിയിലെ ഈ കലോത്സവ വേദികളിൽ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് ഇത്തവണ പോലീസിന്റെ സാന്നിധ്യമുണ്ടാകും. വേഷം മാറിയെത്തുന്ന രഹസ്യ പോലീസ് മറ്റൊന്നിനുമല്ല, മത്സരഫലം അട്ടിമറിക്കാനും പണം വാങ്ങി ഗ്രേഡ് വാങ്ങി നൽകാനും ശ്രമിക്കുന്ന ഇടനിലക്കാരെ കണ്ടെത്താൻ. ഇതിനായി വിജിലൻസിനെയും സംസ്ഥാന പോലീസ് ഇന്റലിജൻസിനെയും ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രത്യേക സംഘം യോഗം ചേർന്ന് കലോത്സവ ഓപ്പറേഷനുള്ള പദ്ധതികൾ തയ്യാറാക്കി. പതിവായി കലോത്സവ വേദികളിലെ സാന്നിധ്യമായ 12ഓളം ഇടനിലക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ പട്ടിക തയ്യാറാക്കി. പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഈ പട്ടികയിലുള്ള ഇടനിലക്കാരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. ഇവരുടെ ഫോണുകൾ നിരീക്ഷണത്തിലാക്കി. ഏതെങ്കിലും രക്ഷിതാക്കളോ സ്കൂൾ അധികൃതരോ വിധികർത്താക്കളെ സമീപിച്ചാൽ ആ നിമിഷം പ്രത്യേക സംഘം വിവരം മണത്തറിയും. ഇടനിലക്കാർ മാത്രമല്ല, കലോത്സവത്തിലെ വിധികർത്താക്കളും നിരീക്ഷണത്തിലാകും. വിധികർത്താക്കൾ താമസിക്കുന്ന സ്ഥലത്തും പ്രത്യേക സംഘത്തിന്റെ കണ്ണുകളുണ്ട്. ഇത്തവണ ഉപജില്ല ജില്ലാ കലോത്സവങ്ങളിലൊക്കെ വിധി നിർണയത്തിൽ ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു. വിധികർത്താക്കൾ ചോദ്യം ചെയ്യപ്പെട്ടു. അത്തരം ദൃശ്യങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ ഉണ്ടാകരുതെന്ന നിർബന്ധം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വിജിലൻസിനെയും സംസ്ഥാന ഇന്റലിജൻസിനെയും ഉൾപ്പെടുത്തി ഇത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.